2025 കഴിയാൻ പോണു. 1.5 വർഷമായി. സെപ്റ്റംബറിൽ തുടങ്ങിയ ബാഗേഴ്സാണ്. ഇപ്പൊ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കൊതിപ്പിച്ച് ഇതിന് എന്താണ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. പുട്ടിൻ വന്നു. പുട്ടിൻ തലേ ദിവസം തന്നെ പുട്ടിന്റെ വീടിൽ തന്നെ ഉണ്ട് പുട്ടിൻ വരുമ്പോൾ പുട്ടെടുക്കണം എന്നുള്ളതാണ്. പിന്നെ DASന്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവില്ല മാർക്കറ്റിൽ. ഇപ്പൊ ചില സമയത്ത് FASL ഇതിപ്പോ മാർക്കറ്റ് മാക്സിമം പിടിച്ചെത്തി DASL അവരുടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാനുള്ള സാധ്യതയില്ല. റഷ്യയിൽ നിന്ന് കൂടുതൽ അടുക്കാതെ റഷ്യയിൽ ഒരു മയത്തിൽ നിർത്തുന്ന അനൗൺസ്മെന്റ്സ് ആണ് നാളെ വരുന്നതെങ്കിൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും. നവംബർ ലാസ്റ്റ് വീക്ക് എക്സ്പയറി ഡേറ്റിൽ മാർക്കറ്റ് 26,000 ബ്രേക്ക് ചെയ്ത് പുതിയ ഓൾ ടൈം ഹൈ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് സ്വപ്നം കണ്ടിരുന്ന നമ്മൾ സ്വപ്നം കണ്ടിരുന്ന നമ്മളെ അടപെടലും പണി തന്നു. ഒരു എന്താ പറയാ ബീറിഷ് ദൂതൻ ഇന്ത്യയിൽ വന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അത് ഇന്നലെ വന്നത്. അതെ, അദ്ദേഹത്തിന്റെ അനൗൺസ്മെന്റ്സിന്റെ ലാസ്റ്റ് ഡേറ്റ്സ് ഈ വീക്കുകളിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ഇതിനൊരു മെയിൻ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം കിട്ടിയൊരു മെസ്സേജാണ്. പുട്ടിൻ മുൻപ് പല പ്രാവശ്യം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. 2020 ഒക്ടോബർ 2 to 5 ഇന്ത്യ വിസിറ്റ് ചെയ്തപ്പോൾ നിഫ്റ്റി 15% ഇടിഞ്ഞു. 2002 ഡിസംബറിൽ ഇന്ത്യയിൽ വന്നപ്പോൾ 4% കറക്റ്റ് ചെയ്തു. അത് ഏകദേശം ഡിസംബർ 3 to 5 സെയിം ഡേറ്റ്സിലാണ് 2022 വരുന്നത്. അന്ന് നിഫ്റ്റി 4% ഇടിഞ്ഞു. 2012 ഡിസംബർ 24 പുട്ടിൻ വന്നു കഴിഞ്ഞപ്പോൾ 1.5% നിഫ്റ്റി ഇടിഞ്ഞു. 2014 വന്നു കഴിഞ്ഞപ്പോൾ 5% ഇടിഞ്ഞു. 2018 വന്നു കഴിഞ്ഞപ്പോൾ 5% കറക്ഷൻ വന്നു. 2021 പുട്ടിൻ വന്നപ്പോൾ 3.5% കറക്ഷൻ വന്നു. ഇപ്പോൾ ഓൾറെഡി ഏകദേശം 1.5%, 2% കറക്ഷൻ പുട്ടിൻ വന്നു. പുട്ടിൻ വരുന്ന തലേ ദിവസം തന്നെ പുട്ടിന്റെ വീടിൽ തന്നെ ഉണ്ട് പുട്ടിൻ വരുമ്പോൾ പുട്ടെടുക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഭാഗം. ഇനി അങ്ങനെ ആരെങ്കിലും കൊണ്ടുവരേണ്ടി വരും. ആക്ച്വലി ഇതിന്റെ നമ്മൾ കാണുന്ന പോലെ അത്രയും സിമ്പിൾ അല്ല കാര്യങ്ങൾ എന്നുള്ളതാണ്. അല്ല, പക്ഷേ ഇപ്പൊ സൈക്കോളജി വൈസ് നോക്കുകയാണെങ്കിൽ ആലോചിക്കുക, എല്ലാവരും നവംബർ ലാസ്റ്റോട് കൂടി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യും എന്ന് വിചാരിക്കുമ്പോൾ റീറ്റെയിലേഴ്സ് എല്ലാവരും ബുള്ളിഷ് ആയി കഴിയുമ്പോൾ ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് ഇതിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ റീറ്റെയിലേഴ്സിനെ കൊണ്ട് വിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അങ്ങനെ മാത്രം നമുക്കതിനെ കാണാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തിങ്കളാഴ്ച മാർക്കറ്റ് 150 to 170 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുന്നു, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എടുക്കുന്നു, അതിൻ്റെ കണ്ടിന്യൂവേഷൻ സെൽ ഓഫ് ഉണ്ടാകുന്നു. ഞാൻ ഓൾറെഡി ലൈവിലൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിങ്കളാഴ്ച 150 പോയിന്റിന് മുകളിലുള്ള ഒരു ഗ്യാപ്പ് അപ്പാണ് വരുന്നതെങ്കിൽ മാർക്കറ്റോടെ സസ്റ്റെയിൻ വലിയ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം സസ്റ്റെയിൻ ചെയ്തില്ലെങ്കിൽ 26,000 വരും. സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പുതിയ ഉയരങ്ങളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് മാർക്കറ്റിൽ സംഭവിച്ചത്. അവിടെ നിന്ന് ഒരു സെൽ ഓഫ് വരികയും കണ്ടിന്യൂസ് സെൽ ഓഫ് വരികയും 26,000 പെർഫെക്റ്റ് ആയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. 26,000 ഇറ്റ്സ് എ വേസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ 26,000 ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ എനിക്ക് യാതൊരു ഉറപ്പുണ്ടായിരുന്നില്ല അന്ന് വരുന്നത്. പക്ഷേ ടെക്നിക്കലി ഉള്ള പോസിബിലിറ്റിയാണ് നമ്മളന്ന് സംസാരിച്ചത്. പക്ഷെ ഞാൻ ഓൾ ടൈം ഹൈ പോകും, ഓൾ ടൈം ഹൈയിൽ നിന്ന് കൂടുതൽ റാലി പോകും എന്ന് തന്നെയാണ് വിചാരിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കുള്ളത് ഈ വെള്ളിയാഴ്ചത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റേറ്റ് കട്ട് എന്ന് പറയുന്നൊരു സാധനമാണ്. GDP ഡാറ്റ 8.2 വന്നു. ഇത് ഫേക്കാണ് എന്ന് പറയുന്ന ആളുകളുണ്ടാകാം, അല്ലെങ്കിൽ ലോകബാങ്ക് അതിന് C ഗ്രേഡാണ് കൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ടാകാം. അത് പേഴ്സ്പെക്റ്റീവിൽ ആൾക്കാർക്ക് എന്തും പറയാം. ഇത് തെറ്റാണെന്നോ ഇത് ശരിയാണെന്നോ ഗവൺമെൻറ് ചെയ്യുന്ന മെത്തേഡ്സ് ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്നും പറയാൻ ഞാൻ ആളല്ല. അത് വെറും പൊളിറ്റിക്കൽ വ്യൂ മാത്രമാണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് 2014 മെത്തേഡാണ്, അങ്ങനെ പോരാ, അത് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമ്മളെല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ് നോക്കുന്നത്. കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് തന്നെയാണ് നമ്മൾ ഈ തവണ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അതുപോലെ തെറ്റൊന്നുമില്ല. ആ മെത്തേഡ് അനുസരിച്ച് കഴിഞ്ഞ തവണ 6.8, 6.5, 7.2 ഉണ്ടായ സ്ഥാനത്ത് അതേ മെത്തേഡ് അനുസരിച്ച് ഇപ്പോൾ 8.2 ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടായ്പാണെന്ന് പറയുന്നതിനേക്കാൾ അതിൻ്റെ അതുള്ള പോസിറ്റിവിറ്റി കാണാൻ തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം പോലും നമ്മളെ സംബന്ധിച്ചോളം ഇല്ല. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിലും അങ്ങനെ തന്നെയാണ് എനിക്ക് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ ഓൾറെഡി ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നാരോ ബുൾ മാർക്കറ്റാണ് എന്ന്. അപ്പോൾ എന്താണ് നാരോ ബുൾ മാർക്കറ്റ് എന്ന് ഞാൻ അന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബുള്ളിഷ് വരുമ്പോൾ ഒരു പ്രോപ്പർ ഹയർ ഹൈ സ്ട്രക്ചറൽ മാർക്കറ്റ് മുകളിൽ പോവുകയും സെൽ ഓഫ് ഭയങ്കര ക്വിക്കായിട്ട് വരികയും ചില സെക്ടേഴ്സ് മാത്രം ബുള്ളിഷ് ആകുകയും ചെയ്യുന്ന ഒരു സിനാരിയോ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ബ്രെഡ്ത്ത് നമ്മുടെ ടോപ്പ് സ്റ്റോക്കുകളിൽ ഒരു 20 സ്റ്റോക്കുകൾ മാത്രമേ ബുള്ളിഷ് 50-day മൂവിങ് ആവറേജിൻ്റെ മുകളിൽ നിൽക്കുന്നുള്ളൂ. റിപ്പീറ്റ്ലി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. 20 സ്റ്റോക്ക് മാത്രമേ നിഫ്റ്റി 50-ൽ ബുള്ളിഷായിട്ട് നിൽക്കുന്നുള്ളൂ. ബാക്കി 30 സ്റ്റോക്സ് ബീറിഷാണ്. പക്ഷേ നിഫ്റ്റിയുടെ ഓവറോൾ ചാർട്ട് എന്താണ്? ബുള്ളിഷായിട്ട് ഹയർ ഹൈ അടിച്ച് മുകളിലോട്ട് പോകുന്നുണ്ട്. 26,000 സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ
വീണ്ടും ചിലപ്പോൾ ഓൾ ടൈം ഹൈയിലോട്ട് മാർക്കറ്റ് പോകാം വെള്ളിയാഴ്ചത്തെ RBI ഡാറ്റ പോസിറ്റീവ് ആണെങ്കിൽ. അപ്പോൾ പുട്ടിൻ കമ്മിങ് ഫ്രൈഡേ നാളെ നാളെ ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് RBI ഡാറ്റ വന്നതിന് ശേഷമായിരിക്കാം. ഓക്കെ, അപ്പോൾ RBI ഡാറ്റ നെഗറ്റീവ് ആയതുകൊണ്ടാണ് ആ ഒരു RBI ഡാറ്റയിൽ റേറ്റ് കട്ട് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. മാർക്കറ്റ് ഓൾറെഡി ബീറിഷ് വന്നു. ഇപ്പോൾ ബീറിഷ് വന്നു, അപ്പോൾ ആളുകളെല്ലാം ബീറിഷ് ആയിട്ടുണ്ട് എങ്കിൽ ചിലപ്പോൾ ഡാറ്റ പോസിറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. പുട്ടിൻ്റെ വരവാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അപ്പോൾ പുട്ടിൻ വന്നത് എന്തിനാണ്? ഇന്ത്യ റഷ്യ വ്യാപാര കരാർ ദൃഢപ്പെടുത്തുക, കൂടുതൽ വ്യാപാരം നടത്തുക, ഇന്ത്യ റഷ്യ ബന്ധം അടിപൊളിയാക്കുക, പ്രതിരോധ കരാറുകൾ രജിസ്റ്റർ ചെയ്യുക, റഷ്യയിൽ നിന്ന് കൂടുതൽ യുദ്ധവിമാനങ്ങളും ടെക്നോളജിയും ഇന്ത്യ വാങ്ങുക. ഇതൊക്കെയാണല്ലോ ഒരു മെയിൻ. അപ്പോൾ അതൊക്കെ നല്ലതാണെന്ന് വെച്ചാൽ രാജ്യത്തിന് അതൊക്കെ നല്ലതാണ്. പക്ഷേ റഷ്യയോട് കൂടുതൽ അടുക്കുമ്പോൾ നമ്മൾ അമേരിക്കയോട് കൂടുതൽ അകലും. റൈറ്റ്, അമേരിക്കയോട് കൂടുതൽ അകന്നു കഴിഞ്ഞാൽ FISൻ്റെ കൂടുതൽ സെല്ലിംഗ് ഉണ്ടാകും, IT ഫാർമ സെക്ടേഴ്സിൽ സെല്ലിംഗ് ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, റഷ്യയോട് അടുക്കാതെയും അമേരിക്കയോട് അകലാതെയും ഇതിൻ്റെ ഇടയിലുള്ളൊരു നൂൽപ്പാലം കളി വേണം ഇന്ത്യ കളിക്കാനായിട്ട്. അത് എത്രമാത്രം പോസിബിൾ ആകും എന്നറിയത്തില്ല. കാരണം 2-3 വർഷമായിട്ട് റഷ്യ ഉക്രൈൻ വാർ തുടങ്ങിയ അന്ന് മുതൽ നമുക്ക് വിലക്കുറവിന് പെട്രോൾ കിട്ടിയത് ലാഭകരമാണ് എന്നുള്ളതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇന്ത്യ അനുഭവിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ റഷ്യയിൽ നിന്ന് കൂടുതൽ അടുക്കാതെ റഷ്യയുടെ ഒരു മയത്തിൽ നിർത്തുന്ന അനൗൺസ്മെൻറ്റ്സ് ആണ് നാളെ വരുന്നതെങ്കിൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പുട്ടിൻ മോദി ഇല്ല 2 ദിവസമുണ്ട്. പുട്ടിൻ മോദി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സംയുക്ത വാർത്താ സമ്മേളനം നടക്കുന്നുണ്ട്. മാത്രമല്ല പുട്ടിൻ നമ്മുടെ ന്യൂസ് ചാനൽസിന് ഇൻ്റർവ്യൂസ് വരെയും കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റർവ്യൂ എനിക്ക് കാണാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രി ഞാൻ ചിലപ്പോൾ അത് കണ്ടു തീരുമായിരിക്കും. അപ്പോൾ പുട്ടിൻ്റെ വാക്കുകളിൽ നിന്ന് വേറെ എന്തെങ്കിലും വായിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് അടുത്ത പോഡ്കാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ഇൻവെസ്റ്റർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കറക്ഷനൊക്കെ നോർമൽ കറക്ഷനായിട്ട് ഇപ്പോൾ 26,000 പെട്ടെന്ന് ഒരു ഓപ്പർച്യൂണിറ്റി റീടെസ്റ്റ് വന്നിട്ട് നമ്മൾ വിചാരിക്കണില്ല, പെട്ടെന്ന് ഒരു ബുള്ളിഷായ മാർക്കറ്റ് പെട്ടെന്ന് ഒരു 2 വീക്സിനുള്ളിൽ 26,000 തൊട്ട് മുമ്പത്തെ കറക്ഷൻ എന്ന് ഞാൻ പറഞ്ഞത് ഒക്ടോബറിൽ വന്ന ഒരു സിംഗ്ലോ, അത് ഇതുപോലെ വളരെ പെട്ടെന്നായിരുന്നു. അവിടെ നിന്നൊരു ക്വിക്ക് റിക്കവറി ഉണ്ടാകും. അതിനുശേഷം നവംബറിൽ വന്നൊരു കറക്ഷൻ 3 ഡേയ്സിൽ വളരെ പെട്ടെന്നുള്ള ഡൗൺ സൈഡ് സിംഗിൾ ഡേ ഇതെല്ലാം കവർ ചെയ്തു. അപ്പോൾ അതുപോലെ മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. അതിനുള്ള സ്ട്രെങ്ത് കറൻലി ഉള്ളൂ. 26,000 ഹോൾഡ് ചെയ്യുന്നില്ല എങ്കിൽ കാര്യങ്ങൾ മാറ്റി പറയേണ്ടതായിട്ട് വരും. മാറ്റി പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം മാർക്കറ്റിൽ അങ്ങനെ തന്നെയാണ് വ്യൂസ്, നമ്മൾ ലെവൽസ് വെച്ചിട്ട് തന്നെയാണ് വ്യൂസ് ജനറേറ്റ് ചെയ്യുന്നത്. RBI ഡാറ്റയിൽ നെഗറ്റിവിറ്റി ഒന്നും വരുന്നില്ല എങ്കിൽ മാർക്കറ്റ് വളരെ പെട്ടെന്ന് തിരിച്ച് ഓൾ ടൈം ഹൈയിലോട്ട് വരും. പ്രത്യേകിച്ച് ഒരു റേറ്റ് കട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ സംഭവിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി. DASന്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവില്ല മാർക്കറ്റിൽ. ഇപ്പോൾ ചില സമയത്ത് FISൽ ഇതിപ്പോൾ മാർക്കറ്റ് മാക്സിമം പിടിച്ചെടുത്ത് DAS അല്ലേ, അവരുടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാനുള്ള സാധ്യതയില്ലേ? ഇല്ല, കാരണം ഇപ്പോഴും FIS സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ DAS കൂടുതൽ ആഡ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതിന് സംസാരിക്കേണ്ട രണ്ടാമത്തെ വിഷയം. ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ ഇടിഞ്ഞതാണ്. കാരണം ഒന്ന് പുട്ടിൻ്റെ സന്ദർശനവും അമേരിക്കയായിട്ടുള്ള ബന്ധത്തിലുള്ള വീഴ്ചയും ഇന്ത്യൻ റുപ്പിയുടെ പൈസ കുറയ്ക്കാൻ കാരണമാണ്. മാത്രമല്ല അല്ല, അത് ഇതുകൊണ്ടാണ് വരുന്നതിന് മുമ്പ്, അത് 2 ദിവസം മുമ്പ് ഇതിൻ്റെ അലയൊലികൾ ഉണ്ടാകുമല്ലോ, അലയൊലികൾ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് US റേറ്റ് കട്ട് ഉണ്ടാകും എന്നുള്ള കേസിൽ ഏകദേശം ഉറപ്പാണ്. ഇന്ത്യ ഈ വെള്ളിയാഴ്ച റേറ്റ് കട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ റുപ്പിയുടെ വാല്യൂ പിന്നെയും കുറയും. അപ്പോൾ മിക്കവാറും റുപ്പിയുടെ വാല്യൂ പിടിച്ചു നിർത്താൻ വേണ്ടി ഇത്തവണ നമ്മൾ റേറ്റ് കട്ട് ഉണ്ടാക്കും എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അങ്ങനെ ഒരു 0.25 റേറ്റ് കട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് മാർക്കറ്റിന് ഭയങ്കര പോസിറ്റീവായിരിക്കും. അപ്പോൾ ആരും ഇത്തവണ വലിയതായിട്ട് റേറ്റ് കട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല. സർപ്രൈസ് ആയിട്ട് ഒരു 0.25 വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നാളെ മോർണിംഗ് വലിയൊരു ദിവസമായിരിക്കുമല്ലോ, ഫ്രൈഡേ? ഇല്ല, ഫ്രൈഡേ 10 മണിക്ക് 10 മണിക്കാണ് ഐ തിങ്ക് ഈ വീഡിയോ. അത് കഴിഞ്ഞിട്ടേ പോസ്റ്റ് ആവത്തുള്ളൂ. സോ നമുക്ക് നോക്കാം. അപ്പോൾ വെള്ളിയാഴ്ച എന്തായി എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യല്ലേ? അത് തന്നെ, വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ അത് ഉണ്ടാകും. എനിക്കാണ് ഡിസംബർ തുടക്കം ഒരു നെഗറ്റിവിറ്റി വരുന്ന എപ്പോഴും ഡിസംബർ ഒടുക്കം ഒരു പോസിറ്റിവിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് ആയിരിക്കാം. കാരണം ഓൾറെഡി മാർക്കറ്റ് ബുള്ളിഷ് തന്നെയാണ്, ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ്, ഹയർ ഹൈ സ്ട്രക്ചർ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത. പിന്നെ എനിക്ക് ഈ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഈ ഒരു കറക്ഷൻ നല്ലതാണ്. ഇപ്പോൾ എന്താ പറയാ, ചാടാൻ പോകുന്ന പുലി വോളറ്റിലിറ്റി കൂടി മാർക്കറ്റ്, ദാറ്റ്സ് പോസിറ്റീവ് ഫോർ ഓപ്ഷൻ ട്രേഡേഴ്സ് അല്ലേ? കാരണം 100-150 മാക്സിമം. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഇന്ന് ഡൗൺ സൈഡ് പോയ മാർക്കറ്റുകളോ കഴിഞ്ഞ ദിവസം ഡൗൺ സൈഡ് പോയ മാർക്കറ്റുകളൊക്കെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. എനിക്ക് അങ്ങനത്തെ മാർക്കറ്റിൽ ട്രേഡ് ഇല്ല. പക്ഷെ അവിടെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്.
ഇത് അടുത്ത ദിവസങ്ങൾ തിരിച്ച് കയറുമ്പോൾ കൺസിസ്റ്റൻറ്റ് അപ്സൈഡ് ആണെങ്കിൽ എനിക്ക് നല്ല ട്രേഡ്സ് കിട്ടും എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റോക്സ് ആഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു നാരോ ബുൾ മാർക്കറ്റാണ്. നാരോ ബുൾ മാർക്കറ്റിൽ ചില പോക്കറ്റുകൾ മാത്രമേ ബുള്ളിഷ് ആകുന്നുള്ളൂ. വിച്ച് പോക്കറ്റ്? എവറി സൺഡേ സെക്ടർ വൈസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സൺഡേ ഉള്ള 8 മണിക്കുള്ള നമ്മുടെ സ്പെഷ്യൽ ലൈവുകളിൽ അല്ല, ഞാൻ പറയാം. സൺഡേ ലൈവുകളിൽ കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് ഈ സെക്ടേഴ്സ് നോക്കി നോക്കി, ഈ സെക്ടേഴ്സ് ആണ് കൊള്ളാമെന്ന് മുത്തൂറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, എം&എം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല സ്റ്റോക്കുകളും വളരെ വലിയ മൂവ്മെന്റ്സ് നടത്തി. ഞാൻ വീണ്ടും പറയുന്നു, ഓട്ടോമൊബൈൽ സെക്ടർ, ബാങ്കിങ് സെക്ടർ, അതിൻ്റെ അകത്ത് തന്നെ പബ്ലിക് സെക്ടർ ബാങ്ക്സ്, ഇതൊക്കെ അസാധ്യമായിട്ടുള്ള റാലിയാണ് കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. IT സെക്ടർ ബോട്ടത്തിൽ നിന്നാണ് റിട്ടേൺ വരുന്നത്. അപ്പോൾ പുട്ടിനായിട്ടുള്ള ചർച്ച IT ഒരു അത്ര നല്ലതല്ലെങ്കിലും അതിൻ്റെ അത് വലിയ നെഗറ്റിവിറ്റി വന്നില്ലെങ്കിൽ IT തിരിച്ച് കയറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റിൽ എന്താ പറയുക, ഇതൊരു പേടിപ്പെടുത്തുന്ന സിറ്റുവേഷൻ അല്ല, പക്ഷെ ഒരു ജാഗ്രതാ നിർദ്ദേശം, ഒരു യെല്ലോ അലേർട്ട് ആണ് മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളത്. 26,000 എന്ന് പറയുന്ന ലെവലിൽ, 26,000-ൻ്റെ ലെവലിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് നടത്തിയാൽ, ഒരു പക്ഷേ ഇപ്പോൾ നടത്തുന്നില്ല എങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഡിസംബർ എക്സ്പയറി വരെ മാർക്കറ്റിന് 26,000 ഹോൾഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബിഗ് പ്ലേയേഴ്സ് 26,000 സ്റ്റാർഡില്ലാതെ എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് ചിലപ്പോൾ 26,000-ന് മുകളിൽ ടു 27,000-ൻ്റെ ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വരും. ഒരു മാസം മാർക്കറ്റിനെ പിടിച്ചു നിർത്താനുള്ള കേപ്പബിലിറ്റി ഈ ബിഗ് പ്ലേയേഴ്സിന് ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമേ ചോദ്യമുള്ളൂ. അത് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും 2025 കഴിയാൻ പോകണം. 1.5 വർഷമായി. സെപ്റ്റംബറിൽ തുടങ്ങിയ ബേഷസാണ്. ഇപ്പം ബ്രേക്ക് ചെയ്യുമ്പോട്ടെ, ഇപ്പം ബ്രേക്ക് ചെയ്യുന്നത് നമ്മളിങ്ങനെ കൊതിപ്പിച്ച് ഇതിന് എന്താണോ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്? ഇവിടെ 26-ന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കില്ലേ 2026? ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇതിനു മുമ്പത്തെ പോഡ്കാസ്റ്റുകളിൽ പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റിൽ ഒരു വലിയ ബിഗ് ക്രാഷ് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അതിനുള്ള സാഹചര്യം ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ ഓവർ വാല്യൂഡ് ആണ്, എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഇടയിലും കറണ്ട് ഡേറ്റ, കറണ്ട് ഇന്ത്യയുടെ മൈക്രോ എക്കണോമിക്സ് ഡേറ്റ എല്ലാം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ബുൾ മാർക്കറ്റ് പെട്ടെന്ന് തീരില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 2026 മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റിന് കുറച്ചുകൂടി നല്ല വർഷമാകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കറക്ഷൻ നീണ്ടുപോവുകയാണെങ്കിൽ 2027-28 കാലങ്ങളിലായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരു ബ്രൂട്ടൽ സെല്ലിങ് വരാനുള്ള സാധ്യതയുള്ളത്. 2026 മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പല മ്യൂച്വൽ ഫണ്ട് ഫൗണ്ടേഴ്സിൻ്റെയും മാനേജേഴ്സിൻ്റെയൊക്കെ പോഡ്കാസ്റ്റുകൾ ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ടൊക്കെ കാണുമ്പോൾ എല്ലാവരും ഒരു മുൻകരുതലുകൾ എടുത്തിട്ടുള്ളൊരു നീക്കം നടത്തുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇവരെല്ലാവരും ഫണ്ട് റിസർവിലാണ് ഇരിക്കുന്നത്. ഇവരെല്ലാവരും നിർബന്ധിതമായിട്ട് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സാഹചര്യത്തിലോട്ട് പോവാണ്. ഫണ്ട് ഇരിക്കുന്നുണ്ട്, നല്ല വാല്യൂ ഉള്ള സ്റ്റോക്കുകൾ അവൈലബിൾ അല്ല. അപ്പോൾ നല്ല വാല്യൂവിൻ്റെ ഡെഫിനിഷൻ പോലും മാറുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് എങ്കിൽ, ഈ മണി ഫ്ലോ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിനെ ഒരു കൊല്ലം കൂടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് റിട്ടേൺസ് വലിയ കാര്യമായിട്ട് വരുന്നില്ല, അല്ലെങ്കിൽ റിട്ടേൺസ് ഈ പറഞ്ഞ 26,000, 27,000, 28,000 തന്നെയാണ് മാർക്കറ്റ് അടുത്ത കൊല്ലം വരെ നിൽക്കുന്നതെങ്കിൽ ആളുകൾക്ക് റിട്ടേൺ കുറയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നിന്നുള്ള സെൽ ഓഫ് വരികയും മാർക്കറ്റിൽ ഒരു സെല്ലിങ് 2027-28 വർഷങ്ങളിൽ ചിലപ്പോൾ വന്നേക്കാം എന്നുള്ളൊരു ഒബ്സർവേഷൻ ഉണ്ട്. ഇതൊരു ഒബ്സർവേഷൻ മാത്രമാണ്. ഈ വ്യൂ പറയാനുള്ള റീസൺ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് കുത്തിയിരുന്ന് കണ്ട പോഡ്കാസ്റ്റുകളിൽ നിന്നുള്ള ഔട്ട്പുട്ടാണ്. ഞാൻ മാക്സിമം മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സിൻ്റെയും ഓണേഴ്സിൻ്റെയും, പരീഖ് പരാഗിൻ്റെയൊക്കെ ഓണേഴ്സിൻ്റെയൊക്കെ പോഡ്കാസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അവരൊക്കെ പറയുന്നത് 19% റിട്ടേൺ കിട്ടിയിരുന്ന ഫണ്ട് ചിലപ്പോൾ ഇനിയുള്ള വർഷങ്ങളിൽ 13-15% മാത്രം റിട്ടേൺ ജനറേറ്റ് ചെയ്യുള്ളൂ എന്നാണ്. അത് നല്ല നമ്പറാണ്. പക്ഷേ അതിനർത്ഥം എന്താണ്? കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ബുള്ളിഷ് മാർക്കറ്റ് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യത്തില്ല. ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടി എന്താ പറയുക, ഒരു അത്രയും നല്ല വാല്യുവേഷനിലല്ല മാർക്കറ്റ് എന്നുള്ളതാണ്. ഇപ്പം സിൽവി നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ടോപ്പ് പെർഫോമിങ് സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ലാസ്റ്റ് 3 മന്തിൽ ഏറ്റവും പെർഫോം ചെയ്ത സെക്ടർ ഏതാണെന്ന് അറിയും? നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സെക്ടറാണ് ഒരു IT സെക്ടർ. അതെനിക്കറിയാം. താഴ്ത്തുനിന്ന് തിരിച്ചു കയറി വന്നു. ഓൾ ടൈം ഹൈയിൽ നിന്ന് 20-30% താഴെയാണ്. പക്ഷെ കഴിഞ്ഞ 3 മാസത്തിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ഈസ് IT. രണ്ടാമത് ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ഈസ് PSU ബാങ്ക്സ്. ഓക്കെ, PSU ബാങ്ക്സ് ഒരു മാസീവ്
ഗെയിൻ ഏകദേശം 4% ലാസ്റ്റ് 3 മന്തിൽ ഉണ്ടാക്കിയത്. IT 7% ആണ് ലാസ്റ്റ് 3 മന്തിൽ ഗ്രോ ചെയ്തത്. അതിൻ്റെ അകത്ത് ബാങ്കിങ്ങും ഫിനാൻഷ്യൽ സർവീസും ആണ് നമുക്ക് ഇപ്പോഴും ഏറ്റവും ബുള്ളിഷ് ആയിട്ടുള്ളത്. അതിൽ IT, PSU ബാങ്ക്സ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സർവീസ്, ഇതാണ് നമ്മൾ നോക്കി വെക്കേണ്ട 3 സെക്ടേഴ്സ്. ഇതിൻ്റെ കൂടെ എന്താ പറയുക, കുറച്ച് നന്നായിട്ട് മൂവ് ചെയ്ത ചില സെക്ടേഴ്സിൽ ചില സ്ലോ ഡൗൺസ് കാണുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒന്ന് ഓട്ടോ ആണ് ആ സ്ലോ ഡൗൺ കാണുന്നത്. പക്ഷേ അതൊരു കൺസോൾട്ടേഷൻ ഫേസാണ്. ആ പേസിലോട്ട്, ബുള്ളിഷ് പേസിലോട്ട് ചിലപ്പോൾ എത്രയും പെട്ടെന്ന് ഓട്ടോയ്ക്കും തിരിച്ചു വരാൻ സാധിക്കും എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇതനുസരിച്ചിട്ട് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർ ഈ വോളറ്റൈലിറ്റി കൈ നീട്ടി സ്വീകരിച്ച് അതനുസരിച്ചുള്ള ട്രേഡ്സ് പുഷ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. യെസ്. ഓക്കെ, അപ്പോൾ എന്തായാലും പുടിൻ വന്നു. നാളെ റിസൾട്ട്. നാളെ രണ്ട് കാര്യം. പുടിനും മോദിയും തമ്മിലുള്ള വാർത്താ സമ്മേളനം, RBIയുടെ വാർത്താ സമ്മേളനം. അപ്പോൾ എന്തായാലും നാളെ വൈകുന്നേരം പോഡ്കാസ്റ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് മാർക്കിൽ സംഭവിച്ചിരിക്കുക എന്നുള്ളത്. സൺഡേ 8 മണിക്ക് ഇതിൻ്റെ അപ്ഡേറ്റ്സ് വേണമെങ്കിൽ നമുക്ക് പറയാം. മാത്രമല്ല നമ്മുടെ മെമ്പേഴ്സ് ഉള്ളി ലൈവ് ഉണ്ട്, അപ്ഡേറ്റ്സ് വീഡിയോസ് ഉണ്ട് സാറ്റർഡേ. അപ്പോൾ ആ ഒരു വീക്ക് റൗണ്ട് അപ്പ്, നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ, നമ്മുടെ വ്യൂസ്, ഇതെല്ലാം നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് സാറ്റർഡേ എന്നുള്ള നമ്മൾ കൊടുക്കുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് അതും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നെക്സ്റ്റ് വീക്ക്, ഓക്കെ, നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഡിസംബർ 4 നെക്സ്റ്റ് വീക്കിൽ ട്രേഡ് ടോക്സ് 3 ഡേ ഫ്രീ വർക്ക്ഷോപ്പ് പ്രൊവൈഡ് ചെയ്യാണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട്. എങ്ങനെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ മികച്ച വാല്യൂ സ്റ്റോക്കുകളെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം എന്നുള്ള ഫ്രീ ആയിട്ടുള്ളൊരു വെബിനാർ 3 ഡേയ്സിൻ്റെ ഒരു പ്രോഗ്രാം വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഈ ഒരു ഫ്രീ വർക്ക്ഷോപ്പിന് ജോയിൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പോഡ്കാസ്റ്റിൻ്റെ താഴത്ത് ഞാൻ ലിങ്ക് ഇടാം. അതിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ ടീം നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ആ ഒരു വർക്ക്ഷോപ്പിന് ജോയിൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ്. എങ്ങനെ നല്ല വാല്യൂ സ്റ്റോക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യും, എങ്ങനെ ഒരു സെക്ടറിലെ ഒരു സ്റ്റോക്കിനെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യാം എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യാം. 3 ഡേ വർക്ക്ഷോപ്പിൽ നമുക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്യാം. കൂടാതെ സൺഡേ ലൈവിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കൂടാതെ വേറൊരു കാര്യം പറയാനുള്ളത്, ഓൾ ടൈം ഹൈ വീണ്ടും ഈ ഒരു വർഷം 2025 ഡിസംബറിൽ വരും. അത് 26 തള്ളാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നുള്ളത്. മൺഡേ ഓൾ ടൈം ഹൈ വന്നതിന് ശേഷം ഇനി അഗൈൻ ഒരു ഓൾ ടൈം ഹൈ വരും. അതെ, അതിനു വേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ഓൾ ടൈം ബ്രേക്ക് ചെയ്യാനായിട്ട് RBIയും പുട്ടിനും ഒന്നിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വീണ്ടും ഒരു 26,200 ഒക്കെ മുകളിൽ 26,500 ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കും. ഓക്കെ, അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പോഡ്കാസ്റ്റ് ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.